ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ജീവിതത്തിൽ ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ഒരുവനെ തൻ്റെ സന്നിധിയിലേക്ക്, അല്ലെ തൻ്റെ സാന്നിധ്യത്തിലേക്ക് വിളിക്കുന്നത് ലോകപ്രകാരം ചിന്തിക്കുന്നത് പോലെ, ലോകത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പോലെയല്ല. തിരുവചനത്തിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് ഉദാഹരണത്തിൽ കാണുന്നു. സ്തോത്രം. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തത് യോഗ്യന്മാരായ തൻ്റെ സഹോദരന്മാർ നിൽക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവം ഒരുവനെ തിരഞ്ഞെടുത്ത്. ഇവിടെ ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇരിക്കുമ്പോഴും അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ജീവിതത്തിൻ്റെ അകത്ത് ദൈവം പകർന്നു. മറ്റുള്ള അനേക യോഗ്യന്മാരുള്ളപ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ടുകാരൻ പ്രിയ ഭക്തവത്സലൻ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ എഴുതിയൊരു പാട്ടിൻ്റെ അകത്ത് ഇങ്ങനെ പാടുന്നു: ഒരു കണ്ണിനും ദയ തോന്നാതെ കിടന്ന ഒരു സമയം, അല്ലെങ്കിൽ ഒരാൾക്ക് പോലും തിരിഞ്ഞു നോക്കുവാൻ കഴിയാതെ, ഒരാൾ പോലും അടുത്ത് വരുവാൻ കഴിയാതെ കിടന്ന ഒരു സമയത്ത് എൻ്റെ അടുത്ത് വരുവാൻ, അങ്ങനെ തിരഞ്ഞെടുക്കുവാനൊക്കെ ദൈവത്തിന് കൃപ തോന്നി. ഈ ഒരു സമയം, ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് ഒരുമിച്ച് പാടാം. ഒരു കണ്ണിനും ദയ തോന്നാതെ കിടന്ന സമയം, ദൈവം അടുത്ത് വന്നു തിരഞ്ഞെടുത്തു. ഒരുമിച്ച് പാടാം. ഒരു കണ്ണിനും ദയ തോന്നാതെ ഞാൻ നിരാശയിനടിത്തട്ടിലെന്ന്, ഒരു കണ്ണിനും ദയ തോന്നാതെ ഞാൻ നിരാശയിനടിത്തട്ടിലെന്ന്, കിടന്നഴലും നേരത്ത് വന്നെന്നെ കരകയറ്റിയ നായക, എന്നേശുവേ കരകയറ്റിയ നായക. പാടുവാനെനിക്കില്ലിനി ശബ്ദം, പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാടുവാനെനിക്കില്ലിനി ശബ്ദം, പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാരിനൻ ജീവിതം തീരം വരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം, പാടിടും ഞാൻ നിനക്കായി മാത്രം. പാടുവാനെനിക്കില്ലിനി ശബ്ദം, പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാടുവാനെനിക്കില്ലിനി ശബ്ദം, പാവനനേ നിൻ സ്തുതികളല്ലാതെ.